കേരളത്തിലെ ഒരു ചായക്കടയിൽ സായാഹ്ന സമയത്ത് ചൂടൻ ചായയോടൊപ്പം പൊൻനിറത്തിൽ തിളങ്ങുന്ന പഴംപൊരി നമ്മൾക്ക് വളരെ പരിചിതമായ ഒരു രുചി. പക്ഷേ നിങ്ങൾക്കറിയാമോ, ഈ പഴംപൊരി കേരളത്തിൻ്റേത് മാത്രമല്ല, ലോകമെമ്പാടും ഇതിന് പല രൂപങ്ങളുണ്ട്. പഴംപൊരി എന്താണ്? വാഴപ്പഴം മാവ് മുക്കി ചൂടൻ എണ്ണയിൽ വറുത്തെടുക്കുന്ന ഒരു സ്നാക്കാണ് ബനാന ഫ്രിറ്റർ. കേരളത്തിൽ ഇത് പഴംപൊരി അല്ലെങ്കിൽ ഏത്തയ്ക്കാപ്പം എന്നറിയപ്പെടുന്നു. സാധാരണയായി മൈദയിൽ ഉപ്പും പഞ്ചസാരയും ചേർത്തിളക്കി മാവ് രൂപത്തിലാക്കി അതിൽ വാഴപ്പഴം അഥവാ നേന്ത്രപ്പഴം ഡിപ്പ് ചെയ്ത് വറുത്തെടുക്കുന്നു. കേരളത്തിൽ പഴംപൊരി ഒരു സ്നാക്ക് മാത്രമല്ല, ഒരു സംസ്കാരമാണ്. ചായക്കടകളിലും ബേക്കറികളിലും ദിവസവും ഉണ്ടാകുന്ന ഈ വിഭവം സാധാരണയായി ചായയോടൊപ്പം സായാഹ്നത്തിൽ കഴിക്കപ്പെടുന്നു. ഇനി നമുക്ക് പഴംപൊരിയുടെ ലോകമെമ്പാടുമുള്ള വിവിധ അവതാരങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. മലേഷ്യ, സിംഗപ്പൂർ എന്നിവിടങ്ങളിൽ ബനാന ഫ്രിറ്റർ പിസാങ് ഗൊറേങ് എന്നാണ് അറിയപ്പെടുന്നത്. സ്ട്രീറ്റ് ഫുഡായി ഏറെ ജനപ്രിയമായ ഇത് ചിലപ്പോൾ ചോക്ലേറ്റ്, ഐസ്ക്രീം, ചീസ് തുടങ്ങിയവ ചേർത്തും കഴിക്കുന്നു. ഇന്തോനേഷ്യയിൽ പലതരത്തിലുള്ള ബനാന ഫ്രിറ്റേഴ്സ് കാണാം. തേൻ ചേർത്ത പിസാങ് ഗൊറേങ്, മധു, ചോക്ലേറ്റ് നിറച്ച പിസാങ് ചോക്ലേറ്റ്, പാസ്ട്രി പോലുള്ള പിസാങ് മുലൻ എന്നിങ്ങനെ കാണപ്പെടുന്നു. ഇവിടെ ഇതെല്ലാം കൂടുതൽ ക്രിസ്പിയും സുഗന്ധവും ഉള്ളതാണ്. ഫിലിപ്പീൻസിൽ പിനായ് പായ്. ഇവിടെ ബനാന ഫ്രിറ്റേഴ്സ് ഫാനിൻ്റെ രൂപത്തിൽ മുറിച്ച് വറുത്തെടുക്കുന്നു. മുകളിൽ പഞ്ചസാര വിതറിയാണ് സാധാരണയായി വിളമ്പുന്നത്. മഡഗാസ്കറിൽ ഇത് മോഫോ അക്കോൺഡ്രോ എന്നറിയപ്പെടുന്നു. ഇവിടെ ബനാന ഫ്രിറ്റേഴ്സ് സ്ട്രീറ്റ് ഫുഡാണ്. മാവിൽ മുട്ടയും പാലും ചേർത്ത ബാറ്റർ ഉപയോഗിച്ച് വറുത്തെടുക്കുന്നു. കംബോഡിയയിൽ ബനാന ഫ്രിറ്റേഴ്സ് ചിലപ്പോൾ ഐസ്ക്രീമിനൊപ്പം കഴിക്കുന്നു. ഇതൊരു മധുരവും വ്യത്യസ്തവുമായ അനുഭവമാണ്. എന്തുകൊണ്ടാണ് പഴംപൊരി ലോകമെമ്പാടും ഇത്രയും ജനപ്രിയമായത്? വാഴപ്പഴം ലോകത്തിലെ പല രാജ്യങ്ങളിലും ലഭ്യമാണ്. തയ്യാറാക്കുവാൻ എളുപ്പവുമാണ്. മധുരം ക്രിസ്പിയും ചേർന്ന രുചി എല്ലാവർക്കും ഇഷ്ടവുമാണ്. നമ്മൾ ചായയോടൊപ്പം കഴിക്കുന്ന സാധാരണ പഴംപൊരി അതേ വിഭവം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും വ്യത്യസ്ത രൂപങ്ങളിൽ ജീവിക്കുന്നു. അടുത്ത തവണ നിങ്ങൾ പഴംപൊരി കഴിക്കുമ്പോൾ അത് ഒരു ഗ്ലോബൽ ഡിഷാണെന്ന് കൂടി ഓർക്കണേ. ഇതുപോലെയുള്ള നല്ല വാർത്തകളും പുതിയ അറിവുകളും ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് ലഭിക്കുന്നതിനായി മലയാളി 360 യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരിലേക്കും എത്തിക്കുന്നതിനായി പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്.